ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇതുവരെയ്ക്കും ഇങ്ങനൊരു വീഡിയോ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ ഇതുവരെയ്ക്കും വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്താണ് ഞാൻ ഫസ്റ്റേ പറയാം. വലിച്ചു നിട്ടാതെ തന്നെ എന്തിനെ കുറിച്ചാണ് പറയണമെന്ന് പറയാം. വാച്ച് അവർ എന്തുകൊണ്ട് കൂടുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് മോണിയാക്കാൻ പറ്റുന്നില്ല, ഇതാണ്. അപ്പോൾ വാച്ച് അവർ കൂട്ടാൻ ശ്രമിക്കുന്നവരായി ഇത് കണ്ടാൽ മതി. എന്നെ കൊണ്ട് വ്യൂസ് കൂട്ടിക്കൊണ്ട് മോണിയാക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അതായത് എന്നെ പോലുള്ള വീട്ടമ്മമാര് വീട്ടിലെ കാര്യങ്ങളും നോക്കണം, അതുപോലെ നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുകയും വേണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരും നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഏണിങ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ടൈം പാസിന് ചെയ്യുന്ന കുറച്ച് പേരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെയ്ക്ക് മനസ്സിലാക്കിയ ഒരു അബദ്ധം, നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവണമെങ്കിൽ ആവട്ടെ. എനിക്ക് ഒരുപാടൊന്നും അറിവൊന്നും ഇല്ല. ഞാൻ ഇത്രയും ദിവസം അറിവുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഡേറ്റ് 9/6/2025 ജൂൺ 9 2020. അപ്പൊ എനിക്ക് ഇന്നലെ വരെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എനിക്ക് എത്ര സബുണ്ട്, ഞാൻ മോണി ആയിട്ടില്ല, എല്ലാ കാര്യം എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എത്ര ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് നമ്മൾ ഷോർട്ട് ചെയ്താലും വീഡിയോ ചെയ്താലും നമുക്ക് വാച്ച് അവർ കിട്ടും, ഈ ഷോർട്സ് കണ്ടായിരുന്നാലും വാച്ച് അവർ കിട്ടും. അത് അങ്ങനെ തോന്നാൻ കാരണവും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ് ക്രോമിൽ പോയിട്ട് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി ചെക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കവിടെ നമുക്ക് മുകളിൽ റിയൽ ടൈമിന്റെ മുകളിലായിട്ട് അങ്ങനെ 7 ദിവസം, 26, 25 ദിവസം, 365 ദിവസമായിട്ട് കാണിക്കും. ആ 365 ദിവസം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ചെയ്ത വാച്ച് അവർ എത്രയാണെന്ന് കാണിക്കും. അപ്പോൾ എനിക്ക് 2400 വാച്ച് അവർ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ഇതിൽ കള്ളമല്ല പറയുന്നത്, ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കാം. എനിക്കിനി 3000 വാച്ച് അവർ ആക്കാൻ വേണ്ടി 600ന്റെ കുറവേ ഉള്ളൂ, ഹാഫ് മണി ആവാൻ കുറച്ചേ ഉള്ളൂ. പക്ഷേ താഴെ ഏണിങ്സ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്ന സ്ഥലമല്ലേ, നമ്മളെ ഏണിങ്സ്, അത് തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് 1100 സംതിങ്ങേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും ഡിഫറൻറ്റ് വന്നു? ഞാൻ എല്ലാവരും പറയുന്നത് 100 വ്യത്യാസം വരും, ബാക്കി വന്നോളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല മക്കളെ, എനിക്ക് ചെയ്ത അബദ്ധമാണ്. വീഡിയോസിൽ കൂടെ മാത്രമേ നമുക്ക് വാച്ച് അവർ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഷോർട്സ് അവർ കൗണ്ട് ചെയ്യുന്നത് വ്യൂസ് ആണ്. വ്യൂസ് കൂട്ടിക്കൊണ്ട് മോണി ആക്കാനുള്ളവർക്ക് മാത്രം ഷോർട്സ് അവിടെ ഒരിക്കലും വാച്ച് അവർ കൂട്ടത്തില്ല. അവർ വ്യൂസ് മാത്രമേ അവിടെ ഷോർട്ടിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ലോങ് വീഡിയോയിൽ നിന്ന് വാച്ച് അവറും. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ ഇന്നൊരു ചലഞ്ച് കൂടെ ഞാൻ വയ്ക്കുകയാണ്. ഇന്ന് ജൂൺ 9, 2025 അടുത്ത മാസം നമുക്ക് എനിക്ക് എന്ത് മാറ്റം വരുമെന്ന് ഞാൻ കാണിക്കാം. ഞാൻ അന്നൊരു വീഡിയോ ഇടും. ഇനി തൊട്ട് ഞാൻ എന്തായാലും ഒരു ദിവസം ഡെയിലി ഒരു വീഡിയോ ഇടാതെ ഞാൻ പോകത്തില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. നോക്കാം, പിന്നെ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ചെയ്യും. നിങ്ങളും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഒരു ഷോർട്സ് ഇട്ടാതെ സബ് കൂട്ടണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വ്യൂസിൽ കൂട്ടാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോർട്സ് ഇട്ടോ. മോണി ആയ ശേഷം ഷോർട്സ് ഇടണം. മോണി ആവുന്നത് വരെ നമ്മൾ നോക്കേണ്ടത് വീഡിയോസ് ഇട്ട് കൂട്ടുക, വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാനിത് പറയണത് കളന്നല്ല, എനിക്ക് പറ്റിക്കൊണ്ടിരുന്ന മണ്ടത്തരം. ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് ഇരുന്നത് കൂടുതലും. അപ്പൊ ഇതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്രോമിൽ കയറുക, അത് കഴിഞ്ഞ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി അനലിറ്റിക്സ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ 2400 നിങ്ങൾക്ക് ഫുൾ വാച്ച് ടൈം കാണണമെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് 365 ഡേ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അതിനകത്ത് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 7, 28, 365 എന്നിങ്ങനെ ഓപ്ഷൻ വരും. അതിൽ 365 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്ര ചെയ്തു എന്നുള്ള വാച്ച് അവർ കണ്ടെത്താൻ പറ്റും. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 2400 വാച്ച് അവർ ഉണ്ടല്ലോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ബാക്കി എപ്പോഴെങ്കിലും വരും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഒരേ ദിവസം ഇരിക്കുവാണ്, വരുന്നില്ല. എല്ലാവരും പറയുന്നത് 100, 200 ഒക്കെ വ്യത്യാസം വരും. എനിക്ക് 1300 ഒക്കെ വ്യത്യാസം വരുമല്ലേ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. ഈ എസിൽ നമ്മൾ ഏണിങ്സിൽ അടിച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വരുന്നത് ജസ്റ്റ് 1103 ഉള്ളൂ. അത്രയും ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയിരുന്ന അബദ്ധം.